വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഈവനിങ് ഔട്ടിംഗ് ആണ് കേട്ടോ. ഈവനിങ് ഔട്ടിംഗ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ്. ഇവിടെ ആ ഒരു കുഴപ്പമുള്ളൂ, നമ്മൾ ഒറ്റയ്ക്കായി പോകും കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ അധികം ടീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ മറ്റേ ടീച്ചേഴ്സ് ബിസിയൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് പിന്നെ അത് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ നമുക്ക് നമ്മുടെ ഐലൻഡ് മുഴുവൻ കറങ്ങി തിരിഞ്ഞ് വരാൻ കേട്ടോ. ഒരു ഒരു 20 മിനിറ്റ്, ഒരു 30 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐലൻഡ് മൊത്തം ചുറ്റിക്കറങ്ങി നമുക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചു വരാം. അത്രയേ ഉള്ളൂ ഈ ഐലൻഡിൻ്റെ വലിപ്പം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സൺസെറ്റ് കാണാൻ പോയതൊന്നും അല്ല കേട്ടോ. പോയ വഴിക്ക് കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തതന്നേ ഉള്ളേ. ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ ഭയങ്കര റഫാണ്. മഴയത്ത് നമുക്ക് സീ റഫ് അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ സീ റഫാണെങ്കിൽ, മഴയാണെങ്കിലും സീ റഫാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴ മാത്രമേ ഉള്ളെങ്കിൽ വലിയ കുഴപ്പമില്ല. സീ റഫായി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരിക്കും, കോളുമായിരിക്കും, പിന്നെ ഭയങ്കര പാടായിരിക്കും ട്രാവലിംഗ് ഒക്കെ. എന്തായാലും തിരിച്ചെത്തിയ നല്ല സമയത്ത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഐലൻഡിലെ ചെറിയ കാഴ്ചകളാണ്. ഒരു കുഞ്ഞ് പാർക്കുണ്ട്, അവിടുത്തെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അത് റിനോവേറ്റ് ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. അവിടെ എന്തോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു സഫാരി ബോട്ടാണ്, അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുവാണ്. അതിപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. അതെന്തോ മാലയിൽ നിന്നെങ്ങാണ്ടും വന്ന് ആരോ അവിടെ കൊണ്ടുവന്നിട്ടേക്കുന്ന. പിന്നെ ഞങ്ങളുടെ ഐലൻഡിലെ ബസ്സാണ് അവിടെ കാണുന്നത്. പിന്നെ പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടെന്ന് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല. ആരെന്താണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ബാങ്ക് ഓഫ് മാൽഡീവ്സിൻ്റെ നമ്മുടെ ATM സെൻറ്ററാണത്. എല്ലാ ഐലൻഡിലും ഇങ്ങനൊരു സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോകുമ്പം ഐലൻഡ് വീഡിയോസിൽ ഇടാൻ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഐലൻഡ്.